ഇന്ത്യയെ വീണ്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇന്ത്യൻ ഷാഡോ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിൽ MT മാരിവെക്സ്, MT സെറ്റബെല്ലോ, MT ജലവീർ 3 ഷാഡോ കപ്പലുകളാണ്, മോട്ടോർ ടാങ്കർ ഷാഡോ കപ്പലുകളാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആക്രമിച്ചത്. അതിൽ മോട്ടോർ ടാങ്കർ സെറ്റബെല്ലോയിലെ 3 ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. കൃത്യമായി അമേരിക്കയുടെയും മറ്റു യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും ഉപരോധങ്ങൾ ലംഘിക്കാൻ വേണ്ടി തന്ത്രപരമായ നിലപാടുകളെടുത്ത് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന കപ്പലുകളെയാണ് ഷാഡോ കപ്പലുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കപ്പലുകളിലാണ് നാം അത്തരത്തിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ഉപരോധം മറികടന്ന് ഇന്ത്യയുടെ ഊർജ ദൗർലഭ്യം പരിഹരിക്കാൻ ശ്രമിക്കാറുള്ളത്. ഇത് നമ്മൾ ഔദ്യോഗികമായി അംഗീകരിക്കാറില്ല. നാം ഇത് വാദിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലുകൾ ആക്രമിക്കരുത് എന്ന തരത്തിലാണ് നാം ഇത് വാദിക്കുക. ഇത്തരത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെ ഇന്നലെ ശനിയാഴ്ച ഫോണിൽ കോണ്ടാക്ട് ചെയ്ത നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനോടാണ് മാർക്കോ റൂബിയോ ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഇനിയും ആക്രമിക്കും, അമേരിക്കൻ ഉപരോധം ലംഘിച്ച് സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യക്കാരുണ്ടോ ഇല്ലേ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നും ഞങ്ങൾ വീണ്ടും ആക്രമിക്കുമെന്നാണ് സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയെ അസന്ദിഗ്ധമായി മാർക്കോ റൂബിയോ അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ജീവനക്കാർ കൊല്ലപ്പെട്ടതിൽ ഖേദം പ്രകടിപ്പിക്കണം, പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്ത ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയോടെയാണ് ഈ ധാർഷ്ട്യത്തോടെ സാമ്രാജ്യത്വ ശക്തി വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. തിരിച്ച് കൃത്യമായി അമേരിക്കയുടെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ ഗൾഫ് ഓഫ് ഒമാനിലും അറബിക്കടലിലുമുള്ള പടക്കപ്പലുകളെ നാം ആക്രമിക്കുമെന്നും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ നമ്മൾ തിരിച്ചാക്രമിക്കുമെന്നും പറയാനുള്ള ചങ്കൂറ്റം ഇല്ലാതെ പോയി നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക്. അമേരിക്ക പറയുന്നതും കേട്ട് തല താത്തി ഫോൺ വയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്വതന്ത്ര പരമാധികാര രാജ്യമായ 147 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി തരം താഴ്ന്നു പോയി.